മച്ചാന്മാരെ, അപ്പോൾ ഇന്ന് പുതിയതൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ റൂട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഏകദേശം 58 സ്റ്റോപ്സ് ഉണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് നോക്കാം എത്ര കിലോമീറ്റർ ആണെന്ന്. 21 കിലോമീറ്ററാണ് ഇന്ന് ഫസ്റ്റ് ഡെലിവറി. നമുക്ക് പുതിയൊരു വണ്ടി ആയത് കാരണം ഈ കറക്റ്റായിട്ട് എല്ലാം എത്തിക്കാൻ പറ്റുന്നില്ല. വീഡിയോയിൽ ക്യാമറ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചേക്കണം. അപ്പോൾ 21 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. പുതിയൊരു റൂട്ടാണ്. നിങ്ങൾക്ക് എന്തായാലും ആ റൂട്ടിലെ കാഴ്ചകൾ നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ മച്ചാന്മാരെ, ഏകദേശം 21 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് ഈ കാണുന്ന വീട്ടിൽ നമുക്ക് കൊടുക്കേണ്ട ഫസ്റ്റ് ഡെലിവറി. ഇത് ചെറിയൊരു മൂഡ് ഓഫ് ആണ്. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ ഫെയിലായി. ചെറിയൊരു റീസൺ കൊണ്ട് മാത്രം നമ്മൾ ഫെയിലായി. സ്വീഡിഷ് ലൈസൻസ് കിട്ടാൻ ഭയങ്കര പാടായിട്ട്. അപ്പോൾ ഇവരുടെ റൂൾ അനുസരിച്ച് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫ് തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ നമ്മുടെ ലൈസൻസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, നമ്മുടെ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് 1 ഇയർ വണ്ടി ഓടിക്കാം. അപ്പോൾ അതിൻ്റെ കാലാവധി ഏകദേശം തീരാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ലൈസൻസ് എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്നത്തെ അറ്റംപ്റ്റ് ഫെയിലായി. പക്ഷേ നമ്മൾ തോൽവി സമ്മതിക്കുന്നില്ല. നമ്മൾ വീണ്ടും അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ലൈസൻസ് എടുത്ത് നമുക്ക് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് കൂടുതൽ കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അടുത്ത അറ്റംപ്റ്റ് എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് എടുത്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വീഡിയോയിൽ കൂടി തന്നെ. അപ്പോൾ ഈ വീട്ടിൽ നമുക്ക് ഡെലിവറി കൊടുക്കാം. ഇന്ന് നമുക്ക് ഒരുപാട് ഡെലിവറീസ് ഒന്നും ഇല്ല, പക്ഷേ ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ എന്തായാലും പാർസൽ തപ്പിയെടുത്ത് ഞാൻ ഇവർക്ക് കൊടുത്തിട്ട് നല്ല റൂട്ട് നോക്കി വീഡിയോസ് ഉറപ്പായിട്ട്. നമ്മൾ പുതിയ റൂട്ടാണ്, അപ്പോൾ കുറച്ച് കാശ് ഉറപ്പായിട്ട് നല്ലത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ ഞാൻ നോക്കിയിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. മച്ചാന്മാരെ, അപ്പോൾ നമ്മൾ 2 ഡെലിവറി കൊടുത്തു. അടുത്ത ഡെലിവറിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ. സ്റ്റോക്ക്ഹോം റൂട്ടാണ്. നമ്മൾ സാധാരണ കുറച്ച് ദിവസങ്ങളായിട്ട് പോയിക്കൊണ്ടിരുന്ന മാൽമോ റൂട്ടായിരുന്നു.
ആ ഒരു അതായത് സൗത്ത് സൈഡായിരുന്നു പോയിക്കൊണ്ടിരുന്നത് വെച്ചത് സ്വീഡൻ്റെ. നമ്മളിപ്പോൾ നോർത്ത് സൈഡാണ് വന്നേക്കണത്. നോർത്ത് കുറച്ചുകൂടി ഭംഗിയാണ്, പക്ഷേ വിൻ്റർ സമയത്ത് വരാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഈ സ്ഥലത്ത്. കാരണം ഇവിടെ വഴിവിളക്കുകളും കാര്യങ്ങളും എല്ലാം ഭയങ്കര കുറവാണ്, സ്ട്രീറ്റ് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഭയങ്കര കുറവാണ്. റൂറൽ വില്ലേജസ് ഒരുപാടുണ്ട്. അങ്ങനെ സ്ഥലങ്ങൾ ഇന്ന് കിട്ടുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു കുറച്ചെങ്കിലും. അപ്പോൾ നമുക്ക് അടുത്ത ഡെലിവറി ഒരു 3 കിലോമീറ്റർ ആയിരുന്നു. നമ്മൾ ഏകദേശം 2 കിലോമീറ്റർ ഓടി. ഇനി ഒരു 1 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട്. ഇവിടെ നമുക്ക് റൈറ്റാണ്. അപ്പോൾ ലൈസൻസിന് ഇന്ന് നമ്മൾ പോയിട്ട് നമുക്ക് പറ്റിയ ഒരു മേജർ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ചൂണ്ടിക്കാണിച്ചത്, നമ്മൾ 80-ൻ്റെ റോഡിൽ നിന്ന് 120 ഹൈവേയിലേക്ക് നമ്മൾ കയറാൻ, നമ്മൾ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ നമുക്കതിന് പറ്റിയില്ല. കാരണം നമ്മുടെ മെർജ് ചെയ്യേണ്ട റോഡിൽ ഓൾറെഡി 2 ട്രക്ക് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ആ ടൈമിൽ അത് നമുക്ക് സാധിച്ചില്ല. അപ്പോൾ നമ്മുടെ പ്ലാനിങ് അതനുസരിച്ച് വേണം എന്നുള്ളൊരു റീസൺ പറഞ്ഞാണ് നമ്മളിന്ന് ഫെയിലായത്. അതുകൂടി കിട്ടിയിരുന്നെങ്കിൽ നമ്മൾക്ക് ഇന്ന് സ്വീഡിഷ് ബി ക്ലാസ് ലൈസൻസ് കിട്ടിയത്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ലക്ക് പോലെ ഇരിക്കും. നമ്മൾ വണ്ടിയും കൊണ്ട് ഇറങ്ങുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മുടെ ലൈസൻസിൻ്റെ എന്താ പറയുക പ്രാക്ടീസ് ചെയ്യുന്ന ആളുടെ കൂടെ നമ്മൾ ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ കൂടെ ആരൊക്കെ മുമ്പിൽ വന്ന് പെടും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ സംഭവിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു 20 to 40 മിനിറ്റ്സ് നമുക്ക് അനുകൂലമായിട്ടാണെങ്കിൽ എല്ലാം നമുക്ക് ലൈസൻസ് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ആയിട്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം, കിട്ടുമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ കാട്ടിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്, റോഡൊന്നുമില്ല. ഇങ്ങനത്തെ ഏരിയയൊക്കെ വിൻ്റർ ആകുമ്പോഴേക്കും മൊത്തം ഇവിടെ ഐസ് പോലെ വീണിട്ട് നമ്മുടെ വണ്ടി കയറാത്ത അവസ്ഥയായിരിക്കും പലപ്പോഴും. ലൈറ്റ് കൂടി ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ പെട്ടുപോകും. ഒരു 3 മണിയാകുമ്പോഴേക്കും ഇരുട്ടാവും. ഇപ്പോൾ ഒരു 5 മണിയായി. ഇപ്പോൾ എന്തായാലും വിൻ്റർ കഴിഞ്ഞ് സമ്മർ ആയപ്പോഴേക്കും ഇരുട്ടാകാനൊക്കെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകും രാത്രി. 4 മണിയാകുമ്പോഴേക്കും എന്താ പറയുക നേരം വെളുക്കുകയും ചെയ്യും. നമുക്ക് ഇവിടുന്ന് റൈറ്റാണ്, ഈ കാണുന്ന വീട്ടിലാണ്, അല്ല അടുത്തതാണ്. സോറി, നമ്മളിവിടെ എല്ലാം കൊടുക്കേണ്ടത് അടുത്ത റോഡാണ് കാണിക്കുന്നത്. പക്ഷേ സംശയമുണ്ട്, നോക്കാം. എന്തായാലും മാപ്പ് കാണിക്കുന്നത് 150 മീറ്റർ കൂടി കഴിഞ്ഞിട്ട് പോകാനാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. പക്ഷെ എൻ്റെ ഒരു ഉദ്ദേശത്തിൽ ഇതായിരുന്നു റോഡെന്ന് തോന്നുന്നു. നോക്കാം, കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട്. ഇവിടെ റോഡുണ്ട് കേട്ടോ, ഇവിടെ കൂടിയാ പോകണ്ടപ്പോൾ. ഓക്കെ, നമ്മൾ അവിടെ കൂടി കാണത്ത് പോലും ഇല്ല കേട്ടോ ഈ റോഡൊന്നും. നോക്കിയാൽ മച്ചാന്മാരെ, സ്വീഡനിലെ ഒരു വില്ലേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര ഇങ്ങനത്തെ ഒരു ഏരിയയൊക്കെ നമുക്ക് കിട്ടുന്നത് ഭയങ്കര റെയർ ആയിരിക്കും. ഈ താഴത്തെ എന്തോ ചെമ്മരിയാടോ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. 61 ഇതാണ് വീട്. ഞാൻ അങ്ങോട്ട് മാറ്റി നിർത്താം, അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചകൾ കാണാമല്ലോ. ആട് തന്നെ, ചെമ്മരിയാട് തന്നെയാണ് താഴത്ത്. അപ്പോൾ നമുക്കിവിടെ മദ്യം കൊടുക്കാനുള്ളത് കുറച്ചധികം സമയം എടുക്കും നമുക്കത് കൊടുത്തിട്ടൊക്കെ വരാനായിട്ട്. കാരണം മദ്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ സൈൻ വാങ്ങണം, ID ചെക്ക് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തിട്ട് അടുത്ത വീഡിയോ എടുക്കാം മച്ചന്മാരെ. അപ്പോൾ 5 മണിയായി. നമ്മൾ 3:30ക്കാണ് നമ്മൾ ലോഡിങ് ടൈം. അപ്പോൾ നമ്മൾ ആ സമയത്ത് ലോഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു നമ്മളൊരു 4:05 4:10 ആയി നമ്മൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ. ഏകദേശം 23 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ 4 ഡെലിവറി മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഈ സമയമായിട്ട്. പത്രവും കൊടുത്തു. ഇനിയിപ്പോൾ നോക്കാം, 5 to 6 1 hour, നെക്സ്റ്റ് 1 hour നമുക്ക് എന്തോളം കൊടുക്കാൻ പറ്റുന്നുള്ളൂ നമുക്ക് നോക്കാം. ഗോതമ്പർക്ക് നോർത്തിലെ റൂട്ട് നമ്മൾ കവർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര വലിയ വീഡിയോ ആയി പോകും. അപ്പോൾ ഞാൻ മാക്സിമം എന്താ പറയണേ, കുറച്ചൊക്കെ നല്ല സ്ഥലങ്ങൾ നോക്കി മാത്രം, നല്ല സ്ഥലങ്ങളാണ് എല്ലാം, എങ്കിലും കുറച്ചുകൂടി കാണാൻ ഭംഗിയുള്ള എന്ന് തോന്നുന്ന കാഴ്ചകൾ മാത്രമായിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഭയങ്കര വലിയ വീഡിയോ ആയി പോകും. അത്ര വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്ര വലിയ ഒരു ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു അരാജകത്വമായി പോകും. പറയണത് കറക്റ്റാണ് മലയാളം എന്നറിയത്തില്ലെങ്കിലും അത് ഭയങ്കര ലോങ് ഡ്യൂറേഷനാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അത്ര വീഡിയോ ഒന്നും ആരും കാണത്തുന്നില്ല ഇപ്പോഴത്തെ ടൈമിൽ. അപ്പോൾ പറ്റാവുന്ന നമുക്ക് ഷോർട്ട് ചെയ്ത് ചെറിയ വീഡിയോസ് ഒക്കെ എടുക്കാം. അതാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ ടൈം ലാപ്സ് നോക്കുന്നത് എടുക്കാനായിട്ട്. നോക്കാം, എന്തായാലും അടുത്ത സ്ഥലത്തെ വീഡിയോകൾ കാണിക്കാം.
മച്ചാന്മാരെ, അപ്പോൾ 6 മണിയായി. 6 മണിക്ക് നമുക്കിനിയിപ്പോൾ 43 സ്റ്റോപ്പ് കൂടി ബാക്കിയുണ്ട്. നമ്മൾ 58 സ്റ്റോപ്പായിട്ട് ഇറങ്ങിയതായിരുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ച് അടുത്തടുത്ത് ഡെലിവറീസ് കിട്ടാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി സ്പീഡിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നോക്കാം എത്രത്തോളം പറ്റുമെന്നുള്ളത്. ഇനി അടുത്തൊരു 1 hour നല്ല സ്ഥലങ്ങൾ കിട്ടിയിട്ടില്ല കേട്ടോ. നല്ല സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭംഗിയുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് മാത്രം വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകുമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് കിട്ടുന്നതനുസരിച്ച് ഞാൻ വീഡിയോ ഉറപ്പായിട്ടും എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ബിയുടെ പാർസൽസ് കൊടുക്കാൻ വേണ്ടി പോകുവാണ്. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടായതുള്ളൂ. ഒരു പാക്കറ്റ് നമ്മൾ കൊടുത്തു. അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോകുവാണ്. ഏകദേശം ഒരു 600 മീറ്റർ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് വണ്ടി വരുന്നുണ്ട്. ഇങ്ങോട്ടല്ല, കുഴപ്പമില്ല, റൈറ്റാണ്. നമുക്ക് നേരത്തെ തന്ന വണ്ടീനേക്കാളും കുറച്ച് പവറുള്ള വണ്ടിയാണ് കേട്ടോ ഇപ്പോൾ തന്നിരിക്കുന്നത്. ഇത് ഒരു റെനോൾട്ടിൻ്റെ വണ്ടിയാണ്. വാൻ തന്നെയാണ്, പക്ഷേ ബൂട്ട് സ്പേസ് കുറച്ചുകൂടി നമ്മുടെ പഴയ വണ്ടിക്കായിരുന്നു. പക്ഷേ പവർ കുറവാണ്. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്തു. അവർ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് CD ഹൗസിൽ എല്ലായിടത്തും എല്ലാവരും വീക്കെൻഡ് പോലെ ടൂർ പോയേക്കുവാണ്. കാരണം ഇവിടെ വ്യാഴാഴ്ച അവധിയായിരുന്നു. അപ്പോൾ വെള്ളി, ശനി, ഞായർ, തിങ്കൾ വരെ അവധി എന്നുള്ള രീതിയിൽ അവർ പോയേക്കുവാണ് എല്ലാവരും. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് അടുത്ത ഡെലിവറി. മോസ്റ്റ് പ്രോബ്ലി ആ നമ്പർ അത് തന്നെ, ബ്ലാക്ക് കളർ ഹൗസിലാണ് നമ്മുടെ ഡെലിവറി. എന്താണ് പാക്കറ്റ് നോക്കട്ടെ. തോംസ് എന്നാണ് പേര്. ഒരു ചെറിയ പാക്കറ്റാണ് കേട്ടോ. ഇപ്പോൾ ലേഡി നമ്മളെ കണ്ട് ചുമ്മാ ഒന്ന് വിഷ് ചെയ്ത് കേട്ടോ. എന്ന് വെച്ചാൽ അവരുടെ പാക്കറ്റ് ആണെന്ന് അറിയത്തില്ല എങ്കിലും അവർ നമ്മളൊന്ന് വിഷ് ചെയ്ത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വീഡിഷുകാരുടെ ഒരു കൾച്ചറാണ്. ഹെയ് എന്ന് അവർ ഹെയ് എന്ന് 2 പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാത്തൊരാളാണ് അവർ വിഷ് ചെയ്യുന്ന രീതിയിലാണ്. ഹെയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാം എന്നൊരാളാണ് എന്ന രീതിയിലാണ് അവർ വിഷ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള അവരെ കുറച്ച് നമ്മൾ പുകഴ്ത്തി പറയുകയോ, അല്ലെങ്കിൽ അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സോ, അല്ലെങ്കിൽ അവരുടെ ഷൂവോ, അങ്ങനെ എന്തെങ്കിലും നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അടുത്ത ഡെലിവറി അടുത്ത് തന്നെയാണ്. 250 മീറ്റർ ഉള്ളൂ നമുക്ക്. ഞാൻ പക്ഷേ ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് കുറച്ച് ടൈം ലാസ്റ്റ് പീരീഡ് എടുക്കും. നോക്കാം എന്തായാലും. മച്ചന്മാരെ, അപ്പോൾ 7 മണിയായി. നമുക്കിനിയിപ്പോൾ 30 സ്റ്റോപ്പ് കൂടിയുണ്ട്. നമുക്കൊരു 10-13 സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഒരു 1 hour കൊടുക്കാൻ പറ്റി. ഈ ഒരു റിതം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 2-3 hours തീർക്കാൻ പറ്റും. 3 hour മാക്സിമം നമുക്ക് പാർസൽ തീർക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിയുടെ ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ടായി കേട്ടോ. അടുത്തൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ചെറിയ സ്റ്റേഷനാണ് കേട്ടോ. ഇവിടുത്തെ ട്രെയിനാണ് പോകുന്നത്. പതുക്കെ പല റൂട്ടിലേക്ക് ഓടുന്ന ട്രെയിൻ പല പല കളറാണ് കേട്ടോ. ഗോതമ്പർക്ക് പോകുവാണിത്. എവിടെ നിന്നാണെന്നുള്ള അറിയത്തില്ല കേട്ടോ. അപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് ഇനി നെക്സ്റ്റ് ഡെലിവറി ഒക്കെ വരുന്നത്. എന്തായാലും നോക്കാം. നമ്മളവിടെ ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നുപോയി.
ഇവിടെ നമുക്ക് കൊടുക്കാമല്ലോ, നോക്കാം എന്തായാലും. എന്തായാലും ഡെലിവറി ആയിട്ട് വരാം കേട്ടോ. മച്ചാമാരെ അപ്പോൾ 8:10 കേട്ടോ. നമുക്ക് ഇനി ഒരു 10 പാക്കറ്റ് കൂടെ കൊടുക്കാനുള്ളൂ. ഒരു 1 hour കൊടുത്ത് തീർക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമുക്ക് അത്യാവശ്യം അടുത്തടുത്ത് തന്നെ ഡെലിവറി കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വലിയ പാക്കറ്റൊന്നും ഇല്ല ഒരുപാട്, ഇനിയിപ്പോൾ 1-2 പാക്കറ്റ് കൂടി ഉള്ളൂ വലുത്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് കിട്ടാത്തപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കൊടുത്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. പിന്നെ പാക്കറ്റ് നമുക്കിന്ന് കുറവായിരുന്നു, 58 സ്റ്റോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. എന്തായാലും ഇവിടുന്ന് നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. ഒരു ലാസ്റ്റത്തെ ഒരു ഡെലിവറി, 10ാമത്തെ ഡെലിവറി ഇനി ഉള്ളത് ഇച്ചിരി ദൂരത്താണ്. അത് നമുക്ക് എന്തായാലും നല്ലൊരു ലൊക്കേഷൻ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കണ്ടിട്ട് കുറച്ച് ഒരു ഫോറസ്റ്റ് റൂട്ടാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. നമുക്ക് നോക്കാം എന്തായാലും. ഈ വീട്ടിലാണ് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് എന്ത് പാക്കറ്റ് ആണാവോ? അല്ല, ഓക്കെ, ഞാൻ കൊടുത്തിട്ട് വരാം. അപ്പോൾ ഞാനായിട്ട് കുറച്ച് ടൈം ലാപ്സ് വീഡിയോ എടുക്കാം പെട്ടെന്ന്. മച്ചന്മാരെ, നമ്മുടെ ലാസ്റ്റ് ഡെലിവറിയുള്ള സ്ഥലത്തെത്തി. നമ്മളപ്പോൾ ഡെലിവറി കൊടുത്തിട്ട് വരാം. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ വീഡിയോ ഞാനപ്പോൾ വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്കിത് കുറച്ച് പാഴ്സൽസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പരിപാടി ഏകദേശം 9 മണി കഴിഞ്ഞപ്പോഴേക്കും തീർന്നു. ഇനി നമുക്ക് തിരിച്ച് എക്സ്പോർട്ട് കാർഡ് നമ്മുടെ വെയർ ഹൗസിലോട്ട് പോകണം. നമുക്ക് റിട്ടേൺ പാഴ്സൽസ് ഉണ്ട്, അത് കൊണ്ടേ കൊടുക്കണം. ഏകദേശം 10-40 കിലോമീറ്റർ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. 40 അല്ലെങ്കിൽ ഒരു 30 അടുത്ത് ഉണ്ടാവും. നോക്കാം. ഇപ്പോൾ തന്നെ വണ്ടി ഒന്ന് ബാക്ക് എടുത്തിട്ട് നമുക്ക് നോക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ ആ റൂട്ട് ഞാൻ എടുത്തത് കൊണ്ടാണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ആ റൂട്ട് കാണിക്കാത്ത കേട്ടോ. എന്തായാലും നമുക്ക് അത് നോക്കാം എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ളത്. ഇവിടുന്ന് നോക്കിയിട്ട് പോകാം എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളത്. നമുക്ക് ഏകദേശം 32 കിലോമീറ്റർ ഉണ്ട് ഇനി പോകാനായിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.
പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയ സ്റ്റുഡൻറ്റിലെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നല്ല സ്ഥലങ്ങൾ കിട്ടുന്ന ഉറപ്പായിട്ട് ഞാൻ കവർ ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.